നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ൻ്റെ ഒരുവിധം ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയിട്ടുള്ളത് അതുപോലെ തന്നെ പറയേണ്ടതുമായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഉള്ള ടോപ്പിക്കുകളൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറയാൻ പോകുന്നത് C++ ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് ആണ്. ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, C++ൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസസ് എന്തോ ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസസിനെയും ഒബ്ജക്റ്റിനെയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഒക്കെ ഉള്ളതാണ് ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു റിയൽ ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ്, കളറൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു C++ പ്രോഗ്രാമിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ് മൈ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൻ്റെ പേരെന്താണ്? മൈ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ എന്ത് വേണം? ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കണം. അതിനുശേഷം ക്ലാസ് നെയിം കൊടുക്കണം. മൈ ക്ലാസ് എന്നാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ക്ലാസ് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്ലാസ്സിൻ്റെ നെയിം കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ആക്സസ് സ്പെസിഫയർ കൊടുക്കുക. ആക്സസ് സ്പെസിഫയർ ഇവിടെ പബ്ലിക് ആണ്. മെയിനായിട്ട് 3 ടൈപ്പിലുള്ള ആക്സസ് സ്പെസിഫയർ ഉണ്ട്. അതിനെപ്പറ്റി നമുക്കിനി പറയാനുണ്ട്. പബ്ലിക്കും പ്രൈവറ്റും പ്രൊട്ടക്റ്റഡുമാണ് ആക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്നത്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പബ്ലിക് മെമ്പേഴ്സ് ക്ലാസ്സിന് ഔട്ട്സൈഡിലും അക്സസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലും അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസിൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ആക്സസ് സ്പെസിഫയേഴ്സ്, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ്സിൽ എന്താണ് ആക്സസ് സ്പെസിഫയർ കൊടുത്തിട്ടുള്ളത്? പബ്ലിക് ആണ്. അപ്പോൾ ഔട്ട്സൈഡ് ക്ലാസ്സിന് എന്ത് ചെയ്യാം? ഇതിനെ ആക്സസ് ചെയ്യാം. ഇനി നോക്കിയേ, ഇവിടെ എന്താണ്, ഒരു ഇൻറ്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് മൈനം, ഇതാണ് ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിനകത്തുള്ള ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? മൈനം ആണ്. മൈനം എന്ന് പറയുന്ന വേരിയബിൾ നെയിമും അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മൈ സ്ട്രിങ് ആണ്. മൈ സ്ട്രിങ്ങിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ഡേറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ് മൈ സ്ട്രിങ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, സെമി കോളൻ ഉണ്ട്. അപ്പം ഒരു ക്ലാസ് ഡെഫിനിഷൻ എൻഡ് ചെയ്യുന്നത് സെമി കോളനാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ക്ലാസ്സിനകത്തുള്ള പബ്ലിക് അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയേഴ്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ക്ലാസ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുന്നത് കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളനിലാണ് ക്ലാസ് ഡെഫിനിഷൻ ക്ലോസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ക്ലാസ്സിനകത്തെ ഒബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പം നോക്കി, ഇവിടെ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് മൈ ക്ലാസ്, പബ്ലിക്, ഇൻറ്റ് മൈനം, സ്ട്രിങ്, ഇങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ക്ലാസ്സിനകത്തെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. മെയിൻ ഫംഗ്ഷനകത്താണ് കൊടുക്കുന്നത്. ഇൻറ്റ് മെയിൻ കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മൈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണ്. അപ്പം ക്ലാസ് നെയിം കൊടുക്കുക, അതിനുശേഷം ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മൈ ക്ലാസ് മൈ OBJ, എൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് മൈ OBJ എന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആക്സസ് ആട്രിബ്യൂട്ട് ആൻഡ് സെറ്റ് വാല്യൂ. നമ്മൾ ഈ ആട്രിബ്യൂട്ട് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ്? ആട്രിബ്യൂട്ട് മൈനമ്മും മൈ സ്ട്രിങ്ങുമാണ് ആട്രിബ്യൂട്ട്. ഇതിന് നമ്മൾ വാല്യൂസ് കൊടുക്കാൻ പോവുകയാണ്. മൈ OBJ, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആട്രിബ്യൂട്ടിനെ ആക്സസ് ചെയ്യുന്നത്. മൈ OBJ ഡോട്ട് മൈനം, അതായത് നമ്മുടെ മൈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് മൈ OBJ എന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈ OBJ ഡോട്ട് മൈനം ഈക്വൽ 15 എന്ന് പറഞ്ഞാൽ മൈനം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണ്? 15 എന്ന് പറയുന്നത് ഇൻറ്റ് ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. 15 എന്നുള്ള ഇൻറ്റിജർ വാല്യൂ കൊടുത്തു. അടുത്തത് മൈ OBJ ഡോട്ട് മൈ സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈ സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് വാല്യൂ കൊടുത്തു. സം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി ഔട്ട് വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുത്തു. മൈ OBJ ഡോട്ട് മൈനം എന്ന് കൊടുത്തു കഴിയുമ്പോൾ
എന്ത് ചെയ്യും? മൈ ഒബിജെ ഡോട്ട് മൈനം ഇതിലുള്ള വാല്യൂ എത്രയാണ്? 15 എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യും. അടുത്തത് സി ഔട്ട് മൈ ഒബിജെ ഡോട്ട് മൈ സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേക്കും മൈ ഒബിജെ ഡോട്ട് മൈ സ്ട്രിങ്ങിന്റെ വാല്യൂ എത്രയാണ്? സം ടെക്സ്റ്റ്. അപ്പം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്താണ്? 15 കിട്ടും. സം ടെക്സ്റ്റ് എന്നതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ആ പ്രോഗ്രാം. അത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്? 15 എന്നുള്ള വാല്യൂവും കിട്ടും. അതുപോലെ തന്നെ സം ടെക്സ്റ്റ് എന്നുള്ള വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം ഇതാണ് എന്തെങ്ങനെയാണ് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കിയത്. ഇനി നമുക്ക് പറയാനുള്ളത് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. മെത്തേഡ്സ് ആർ ദ ഫങ്ഷൻസ് ദാറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ്. ക്ലാസ്സിൽ വരുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇൻസൈഡ് ക്ലാസ് ഡെഫിനിഷനും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ക്ലാസ് ഡെഫിനിഷനും ഉണ്ട്. അപ്പം മെത്തേഡ്സ് എന്ന് എന്താണ്? ഫങ്ഷൻസ് ആണ്. ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്കാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മെത്തേഡ് ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് നെയിം കൊടുക്കുമല്ലോ. ക്ലാസ്സിൻ്റെ നെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈ ക്ലാസ്, അങ്ങനെ ഒരു നെയിം കൊടുക്കുമ്പോൾ അതേ നെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ കൺസ്ട്രക്ടറിനെ എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ, കൺസ്ട്രക്ടറിനെ ഫോളോ ചെയ്ത് മൈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ ഒരു പരാന്തസിസ് ഓപ്പൺ ക്ലോസ് കാണും. അപ്പോൾ നമ്മുടെ ക്ലാസ് നെയിമിൽ തന്നെ ഇതുപോലെ പരാന്തസിസ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം? അതൊരു കൺസ്ട്രക്ടർ ആണെന്ന് മനസ്സിലാവണം. ഇനി ഈ കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ക്ലാസ്സിൻ്റെ അതേ നെയിം തന്നെ ആയിരിക്കും ആർക്കുമുള്ളത്? കൺസ്ട്രക്ടറിനുമുള്ളത്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനൊരു റിട്ടേൺ വാല്യൂ കാണത്തില്ല. ഡസ് നോട്ട് ഹാവ് എനി റിട്ടേൺ വാല്യൂ. നമുക്കൊരു നോക്കാം എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കിയേ. ക്ലാസ് മൈ ക്ലാസ്. ഇവിടെ എന്താ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസിൻ്റെ പേര് മൈ ക്ലാസ് എന്നാണ്. ആക്സസ് സ്പെസിഫയർ പബ്ലിക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് മൈ ക്ലാസ്. ഇവിടെയാണ് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഏതാണ്? മൈ ക്ലാസ്. നമ്മുടെ ക്ലാസിൻ്റെ അതേ പേരാണ് എന്ത് ചെയ്തിട്ടുണ്ട്? പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്താണ് കൊടുത്തേക്കുന്നത്? സി ഔട്ട് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ഡെഫിനിഷൻ ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. മെയിൻ ഫംഗ്ഷനിൽ ഇവിടെ മൈ ക്ലാസ് മൈ ഒബിജെ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ കൺസ്ട്രക്ടർ ആക്റ്റീവ് ആകുന്നത്. അപ്പം നോക്കിയേ, മൈ ക്ലാസ് മൈ ഒബിജെ. ഇവിടെ മൈ ക്ലാസ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. മൈ ഒബിജെ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ സമയത്ത് എന്ത് ചെയ്യും? കോൾ ദ കൺസ്ട്രക്ടർ. ഇതെന്ത് ചെയ്യും? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. നമ്മുടെ കൺസ്ട്രക്ടർ എവിടെയാണ്? ഇവിടെയാണ്. അപ്പം നേരെ ഇങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ട് ചെയ്തിട്ട് ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. കോൾ ചെയ്യുമ്പോൾ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് എന്താണുള്ളത്? സി ഔട്ട് ഹലോ വേൾഡ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് അവിടെ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. ഹലോ വേൾഡ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇത് എന്താ? നമ്മൾ ഒബ്ജക്റ്റിനെ ഇവിടെ ഒന്നും നമ്മൾ ചെയ്യാൻ കൊടുത്തില്ല. ജസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേയുള്ളൂ. മൈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റായ മൈ ഒബിജെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഡയറക്റ്റ് ഇങ്ങോട്ട് പോയിട്ട് ഇത് ആക്റ്റീവായിട്ട് ഇതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള കോഡ് എന്താണ്? ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇതിൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ടറുടെ പ്രോഗ്രാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ആക്സസ് സ്പെസിഫയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൈ ക്ലാസ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്? ഇവിടെ ഹലോ വേൾഡ് എന്നാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഒബിജെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ട് കണ്ടോ അതിനകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്? ഹലോ വേൾഡ് എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പം കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ആകുന്ന സ്പെഷ്യൽ മെത്തേഡാണ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ. കൺസ്ട്രക്ടറിന് ക്ലാസിൻ്റെ അതേ നെയിം തന്നെ ആയിരിക്കും കൺസ്ട്രക്ടറിനുള്ളത്. എന്ത് ചെയ്യും? ഫോളോഡ് ബൈ പാരാന്തസിസ് കാണും. പിന്നെ ഇതെന്ന് പറയുന്നത് ഓർത്തിരിക്കണം, ഇതെന്ന് പറയുന്നത് പബ്ലിക്കാണ്. ഇറ്റ് ഹാവ് നോ റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കത്തില്ല.
ഇനി നമുക്ക് പറയാനുള്ളത് അക്സസ് സ്പെസിഫയേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അക്സസ് സ്പെസിഫയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്, 3 ടൈപ്പ് ഉണ്ട് അക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആർ ആക്സസിബിൾ ഫ്രം ഔട്ട്സൈഡ് ദ ക്ലാസ്, ക്ലാസ്സിന് വെളിയിലുള്ളതും അവർക്ക് ഉള്ളതിന് എന്ത് ചെയ്യാം, മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് കനോട്ട് ബി ആക്സസ്ഡ് ഓർ വ്യൂഡ് ഫ്രം ദ ഔട്ട്സൈഡ് ദ ക്ലാസ്, ക്ലാസ്സിന് വെളിയിലുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെമ്പേഴ്സിനെ, ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനും വ്യൂ ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അതാണ് പ്രൈവറ്റ്. ഇനി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, മെമ്പേഴ്സ് കനോട്ട് ബി ആക്സസ്ഡ് ഫ്രം ഔട്ട്സൈഡ് ക്ലാസ്, ക്ലാസ്സിന് വെളിയിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഹവർ ദേ ക്യാൻ ബി ആക്സസ്ഡ് ഇൻ ഇൻഹെറിറ്റഡ് ക്ലാസ്, അതിൽ നിന്ന് ഇൻഹെറിറ്റഡ് ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് പോയേക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഇൻഹെറിറ്റഡ് ക്ലാസ്സസിനെ എന്ത് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, മൈ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. പബ്ലിക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഡ് എക്സ് ആണ് പബ്ലിക് ആട്രിബ്യൂട്ട്. പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഇൻഡ് വൈ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പബ്ലിക്കും വൈ എന്ന് പറയുന്നത് എന്താണ്, പ്രൈവറ്റുമാണ്. എക്സിനെ ക്ലാസ്സിന് വെളിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷേ വൈയുടെ വാല്യൂവിനെ ക്ലാസ്സിന് വെളിയിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, മൈ ക്ലാസ് മൈ ഒബിജെ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കിയാണ്. മൈ ഒബിജെ ഡോട്ട് എക്സ് എന്ന് പറയുന്ന പബ്ലിക്കാണ്. അപ്പോൾ നമുക്ക് വാല്യൂ എത്ര കൊടുത്തിട്ടുണ്ട്, 25. ഇതെന്താണ്, അലൗഡ് ആണ്, ഇത് ആക്സസ് ചെയ്യാം. എന്തുകൊണ്ട്, ഇത് പബ്ലിക് ആയതുകൊണ്ട്. മൈ ഒബിജെ ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു 50, ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് ഇത് അലൗഡ് അല്ല. അപ്പം ഇതാണ്. അപ്പം എന്താ, നമുക്ക് എറർ കാണിക്കും, ഇത് അലൗഡ് അല്ല, അതായത് പ്രൈവറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ പ്രോഗ്രാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടോ, ഇതേപോലെ എറർ കാണിക്കും. എന്താണ്, വൈ ഈസ് പ്രൈവറ്റ് എന്നും പറഞ്ഞ് എറർ കാണിക്കും. കണ്ടോ, ലൈൻ 8 എറർ ഇൻറ്റു മൈ ക്ലാസ് വൈ ഈസ് പ്രൈവറ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്ത്, പബ്ലിക്കും പ്രൈവറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റിനെ വെളിയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അക്സസ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണുള്ളത്. പബ്ലിക്കും പ്രൈവറ്റും പ്രൊട്ടക്റ്റഡുമാണ് മെയിനായിട്ടുള്ള അക്സസ് സ്പെസിഫയേഴ്സ്. ഇനി നമുക്ക് ഫയൽസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ഇപ്പോൾ ഫയൽസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറി എന്ന് പറയുന്നത് എഫ് സ്ട്രീം ലൈബ്രറിയാണ്. അപ്പോൾ നമ്മുടെ ഈ IO സ്ട്രീം, എഫ് സ്ട്രീം ഒക്കെ വരുന്നത് എഫ് സ്ട്രീം ലൈബ്രറിക്ക് അകത്ത് വരുന്നതാണ്. എക്സാമ്പിൾ നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, അതുപോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് എഫ് സ്ട്രീം എന്നൊക്കെ പറയുന്നത് എഫ് സ്ട്രീം ലൈബ്രറിക്ക് അകത്ത് വരുന്നതാണ്. അപ്പം ഇതിനകത്ത് ഈ എഫ് സ്ട്രീം ലൈബ്രറിയിൽ മെയിനായിട്ടുമുള്ളത് 3 ക്ലാസ്സസ് ആണ്. നമുക്ക് ഫയൽസിനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 ക്ലാസ്സസ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഓഫ് സ്ട്രീം ആണ്. ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്സ് ആൻഡ് റൈറ്റ് ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇഫ് സ്ട്രീം ആണ്. ഇഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ റീഡ്സ് ഫ്രം ഫയൽസ്, ഈ കോമ്പിനേഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഓഫ് സ്ട്രീമിൻ്റെയും ഇഫ് സ്ട്രീമിൻ്റെയും കോമ്പിനേഷനാണ്. റീഡ്സ് ഫ്രം ഫയൽസിനെ ഇഫ് സ്ട്രീം എന്ന് പറയുന്നത് ഫയൽസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എഫ് സ്ട്രീം ആണ് ഇതിൻ്റെ ഈ പിന്നെ ഓഫ് സ്ട്രീമിൻ്റെയും ഇഫ് സ്ട്രീമിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് എഫ് സ്ട്രീം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഓഫ് സ്ട്രീം നമ്മൾ പറഞ്ഞു, ക്രിയേറ്റ് ആൻഡ് റൈറ്റ് ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനാണ് ഓഫ് സ്ട്രീം. ഇഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഫയൽസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇഫ് സ്ട്രീമിൻ്റെയും ഓഫ് സ്ട്രീമിൻ്റെയും കോമ്പിനേഷനാണ്. ക്രിയേറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫയൽസിനെ റൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് എക്സെപ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. C++ പ്രോഗ്രാമിലുള്ള എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് എങ്ങനെ ഒക്കർ ചെയ്യുന്നു, അതുപോലെ തന്നെ എറേഴ്സ് ഒക്കർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നു, ഒരു പ്രോഗ്രാമർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എക്സെപ്ഷൻസിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഒരു C++ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള എറേഴ്സ് ഉണ്ടാകാം. അപ്പോൾ നമ്മളിപ്പോൾ കോഡ് പ്രോഗ്രാമേഴ്സ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് കോഡിൽ എറർ ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും എറർ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല, കൊടുക്കേണ്ട രീതിയിലുള്ള വാല്യൂ അല്ല കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള എറേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ഈ എറേഴ്സ് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലുള്ള എക്സെപ്ഷൻസ് നമ്മൾ C++ പ്രോഗ്രാമിൽ യൂസ്
യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ എറർ ഒക്കർ എന്തെങ്കിലും ഒരു എറർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ C++ സാധാരണ എന്താ ചെയ്യുക, ഇത് സ്റ്റോപ്പ് ചെയ്യും, നോർമലി സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എറർ മെസ്സേജ് കാണിക്കും. അപ്പോൾ ഇങ്ങനെ എറർ മെസ്സേജ് കാണിക്കുന്നതിന് നമ്മൾ C++ന്റെ കോഡിൽ പറയുന്നത് ത്രോ ആൻ എക്സെപ്ഷൻ അല്ലെങ്കിൽ ത്രോ ആൻ എറർ എന്നാണ് ടെക്നിക്കൽ ടൈമിൽ പറയുന്നത്. അപ്പം ഈ C++ എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 3 കീവേഡ്സ് ഉണ്ട്. അതാണ് ട്രൈ, ത്രോ ആൻഡ് ക്യാച്ച്. ഇത് 3 കീവേഡ്സ് ആണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ യൂസ് ചെയ്യുന്നത്. C++ലെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 കീവേഡ്സ് ആണ് ട്രൈ, ത്രോ ആൻഡ് ക്യാച്ച്. അപ്പോൾ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് അലോ യു ടു ഡിഫൈൻ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി ടെസ്റ്റഡ് ഫോർ എറർ വൈൽ ഇറ്റ് ഈസ് ബീയിങ് എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തൊരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് അലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, കോഡ് എഴുതിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എറർ ഉണ്ടെങ്കിൽ, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ത്രോ കീവേഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ത്രോ ആൻ എക്സെപ്ഷൻ. എന്താണ്, ഒരു എക്സെപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ത്രോ ചെയ്യും. പിന്നെ പ്രോബ്ലം ഈസ് ഡിറ്റക്റ്റഡ്, അതായത് ഏതെങ്കിലും ഒരു പ്രോബ്ലമോ എററോ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം എക്സെപ്ഷനെ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എക്സിക്യൂട്ട് ചെയ്ത സമയത്തുണ്ടാകുന്ന ആ എററിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് അലോ യു ടു ഡിഫൈൻ എ ബ്ലോക്ക് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ആൻ എറർ ഒക്കർ ഇൻ ദ ട്രൈ ബ്ലോക്ക്. ട്രൈ ബ്ലോക്കിൽ എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കീവേഡ്സ് ആണ് ട്രൈയും, ത്രോയും, ക്യാച്ചും. അപ്പോൾ ഇതെന്താ, നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ട് നോക്കാം. ഇവിടെ നോക്കിയേ, ട്രൈ ഇൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 15. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18, ഏജ് എത്രയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, 15 ആണ്, 18നേക്കാട്ടിലും കൂടുതലാകുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, സി ഔട്ട് അക്സസ് ഗ്രാൻഡഡ് യു ആർ ഓൾഡ് ഇനഫ്. എന്താ അക്സസ് ഗ്രാൻഡഡ്, ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇനി അല്ല, എൽസ്, നമ്മൾ ഇഫ് എൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എൽസ് കണ്ടീഷനിൽ എന്താണ്, 18നേക്കാട്ടിലും ഗ്രേറ്റർ അല്ല, 18നേക്കാട്ടിലും താഴെയാണെങ്കിൽ ത്രോ ഏജ്, എന്ത് ചെയ്യുക, ഏജ് ത്രോ ചെയ്യുക. ത്രോ ചെയ്യുമ്പോൾ എവിടെ വരും, ക്യാച്ചിൽ വരും. ക്യാച്ച് ഇൻഡ് മൈനം, ക്യാച്ചിൽ എന്ത് ചെയ്യും, ആ ഏജ് ഇവിടെ ക്യാച്ച് ചെയ്യും. ഇനി സി ഔട്ടിൽ അക്സസ് ഡിനൈഡ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അക്സസ് ഡിനൈഡ് യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 18 ഇയേഴ്സ് ഓൾഡ്. എത്രയാകണം, 18 ഇയേഴ്സ് ഓൾഡ് എങ്കിലും ആകണം. അതുപോലെ തന്നെ ഇവിടെ മൈനം, ഇവിടെ എന്താണ്, ഏജ് ആണ് ഇവിടെ ക്യാച്ച് ചെയ്തിട്ടുള്ളത്. മൈനം ഇൻറ്റിജർ വാല്യൂ ആണല്ലോ. എന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും ഏജ് ഈസ് മൈനം, പ്രിന്റ് ചെയ്യും. മൈനം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് ത്രോ ചെയ്തിട്ടുള്ള ഏജ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഏജ് ഈസ്, ഇവിടെ എന്താണ് ഏജ് ആയിട്ടുള്ളത്, 15, ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് ട്രൈ, ത്രോ, ക്യാച്ച്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പ്രോഗ്രാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട പ്രോഗ്രാം. ഇവിടെ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്, ഏജ് 15 ആണ്, 18നേക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്തേനെ, അക്സസ് ഗ്രാൻഡഡ് എന്ന് വന്നേനെ. ഇപ്പം ഏജ് 18നേക്കാട്ടിലും കുറവായതുകൊണ്ട് എന്ത് വന്നു, അക്സസ് ഡിനൈഡ് യു മസ്റ്റ് അറ്റ്ലീസ്റ്റ് 18 ഇയേഴ്സ് ഓൾഡ്. ഏജ് ഈസ് 15. ഇവിടെ എവിടുന്നാണ് ത്രോ വന്നത്, ത്രോ ഏജ്, ഈ ഏജ് ആണ് ഇവിടെ വന്നിട്ട് പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇനി നോക്കിയേ, ഇപ്പം ഞാനിവിടെ ഏജ് എന്ന് പറയുന്നത് ഒരു 25 ആക്കി കൊടുക്കുകയാണ്. 25, ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണല്ലോ. ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും, ഏജ് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ അക്സസ് ഗ്രാൻഡഡ് യു ആർ ഓൾഡ് ഇനഫ് എന്ന് പ്രിന്റ് ചെയ്യണം. കണ്ടോ, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഏജ് 18നേക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ അല്ലാതെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. എന്താ, ഏതാണ് പ്രിന്റ് ചെയ്യുന്നത്, ആക്സസ് ഡിനൈഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കാണിക്കത്തുള്ളൂ. കണ്ടോ, ഇപ്പം ഞാൻ ഏജ് ഈസ് ഈക്വൽ ടു 5 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, ആക്സസ് ഡിനൈഡ് എന്ന് വന്നിട്ടുണ്ട്, ഏജ് ഈസ് 5 എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്ന, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രൈ, ക്യാച്ച്, ത്രോ ആണ്. ട്രൈ എന്തിനാണെന്ന് അറിയാം, ക്യാച്ച് എന്താണെന്ന് നമുക്കറിയാം, ത്രോ എന്താണെന്നറിയാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്കിടെ മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്വിസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മാസ്റ്ററിങ് എഡ്യൂടെക്കിൽ അവൈലബിൾ ആണ്. ടൈം കിട്ടുന്നതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് C++ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.